നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിജീവനത്തിന്റെയും പ്രത്യാശയുടെയും അവിശ്വസനീയമായൊരു കഥയാണ്. ലോറി ബി ഫ്രീഡ്മാന്റെ പരിലടുകി അഥവാ മാലാഖ പെൺകുട്ടി. ഈ വാക്കുകളുണ്ടല്ലോ, അത് നമ്മൾ പറയാൻ പോകുന്ന കഥയ്ക്ക് അത്രയേറെ ചേർന്നതാണ്. കൊടും ഇരുട്ടിലും പ്രതീക്ഷയുടെ ഒരു വെളിച്ചം കണ്ടെത്താൻ കഴിയുമോ? എല്ലാം തകർന്നുപോയൊരിടത്ത് ആ വെളിച്ചം കെടാതെ എങ്ങനെ സൂക്ഷിക്കും? ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരൊറ്റ ആപ്പിൾ, അതുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യത്തിലാണ് നമ്മുടെ കഥയുടെ ആത്മാവ് കിടക്കുന്നത്. അതിനുള്ള ഉത്തരം നമുക്ക് ഈ കഥയിലൂടെ കണ്ടെത്താം. കഥ തുടങ്ങുന്നത് ഒരു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്. അവിടെ ലോകം എത്ര ഭീകരമായി മാറാൻ പോകുന്നു എന്നറിയാതെ നിൽക്കുകയാണ് നമ്മുടെ ഹെർമൻ, വെറും 11 വയസ്സുള്ള ഒരു കുട്ടി. ആ ഒരു നിമിഷം ഒന്ന് ഓർത്തുനോക്കൂ. പട്ടാളക്കാരുടെ അലർച്ചകൾ, ബൂട്ടുകളുടെ ശബ്ദം, തോക്കിന്റെ മുനയിൽ നിർത്തിക്കൊണ്ടുള്ള ആ വേർപിരിയൽ. അവിടെ വെച്ചാണ് ആ ദുരിതപൂർണമായ യാത്ര തുടങ്ങുന്നത്. അവനെ അവന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് തള്ളിവിട്ടിട്ട് അമ്മ അവസാനമായി പറഞ്ഞ വാക്കുകളാണിത്. ഹെർമന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു നിമിഷം. അതായിരുന്നു അവൻ അമ്മയെ അവസാനമായി കാണുന്നത്. ആ ട്രെയിൻ മുന്നോട്ടു പോകുമ്പോൾ ആ ഇരുട്ടിലിരുന്ന ആ കുഞ്ഞു മനസ്സ് എന്തൊക്കെ ചിന്തിച്ചു കാണും. അമ്മേ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഞാനിനി എന്തു ചെയ്യും? എന്നെ ആരാ നോക്കുക? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. ക്യാമ്പിലെത്തിയതോടെ അവന്റെ പേരും വ്യക്തിത്വവുമെല്ലാം നഷ്ടപ്പെട്ടു. ഉടുതുണി വരെ ഊരിയെടുത്തു, ശരീരം മുഴുവൻ പരിശോധിച്ചു. അവസാനം കയ്യിൽ കിട്ടിയത് ഒരു യൂണിഫോമും പിന്നെ ചെയ്യാനൊരു ജോലിയും. അതോടെ അവനൊരു നമ്പർ മാത്രമായി. ഈ വാക്കുകൾ എത്രമാത്രം വേദനിപ്പിക്കുന്നതാണെന്ന് നോക്കൂ. എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുന്ന ഒരു വാക്ക്. അവന്റെ സഹോദരൻ തന്റെ തകർന്ന ഹൃദയത്തോടെ പറഞ്ഞു, ഇതാണ് അവരുടെ പുതിയ യാഥാർത്ഥ്യം. അപ്പോൾ ആ നരകതുല്യമായ ക്യാമ്പിനകത്ത് അവൻ എങ്ങനെയാണ് പിടിച്ചുനിന്നത്? എന്തായിരുന്നു അവന്റെ അതിജീവനത്തിന്റെ രഹസ്യം? നമുക്ക് നോക്കാം. അവന്റെ അതിജീവനത്തിന്റെ വഴി ഭാവനയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ കബളിപ്പിക്കുകയായിരുന്നു അവൻ. ഫാക്ടറിയിലെ ആ ഭീകരമായ ജോലി അത് വീടിനടുത്തുള്ള പാർക്കിലെ കളിയാണെന്നവൻ സങ്കൽപ്പിച്ചു. വെള്ളം പോലെയുള്ള ആ സൂപ്പ് കുടിക്കുമ്പോൾ അവൻ അമ്മയുണ്ടാക്കിയ നല്ല ഭക്ഷണത്തെക്കുറിച്ചോർത്തു. തണുപ്പിൽ നിഴലുകൾ മരവിച്ചപ്പോൾ അതൊന്നും എന്റേതല്ല, മറ്റാരുടെയോ ആണെന്ന് സ്വയം പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഓരോ രാത്രിയും ആ തണുപ്പിലും വിശപ്പിലും തളർന്നു കിടക്കുമ്പോൾ അവന്റെ മനസ്സ് ചോദിച്ചുകൊണ്ടിരുന്നത് ഒരേ ഒരു ചോദ്യമാണ്: അമ്മേ, എപ്പോഴാ എന്നെ ഉറക്കാൻ വരുന്നത്? ആശ്വാസത്തിനു വേണ്ടിയുള്ള ഒരു കുട്ടിയുടെ നിലവിളിയായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഒരു രാത്രി അമ്മ അവന്റെ സ്വപ്നത്തിൽ വന്നു. ആ ശബ്ദം അത്രയ്ക്ക് മൃദുവായിരുന്നു. ഹെർമൻ, വിഷമിക്കണ്ട, നിന്നെ രക്ഷിക്കാൻ ഒരു മാലാഖ വരും. ആ വാക്കുകൾ അവന് കൊടുത്ത ധൈര്യം ചെറുതൊന്നും ആയിരുന്നില്ല. സ്വപ്നം കണ്ട് വെറും 2 ദിവസങ്ങൾക്കുള്ളിൽ അത് സംഭവിച്ചു. മുള്ളുവേലിയുടെ അപ്പുറത്ത് ഒരു പെൺകുട്ടി, അവന്റെ സ്വപ്നത്തിലെ മാലാഖ, അവന്റെ പരിയിലടക്കി. പക്ഷേ ആ സാഹചര്യം ഒന്നാലോചിച്ചു നോക്കൂ. ഒരു ചെറിയ പിഴവ് മതി, ഒരു നോട്ടം മതി, പട്ടാളക്കാരുടെ കണ്ണിൽപ്പെട്ടാൽ തീർന്നു. അവന്റെയും അവളുടെയും ജീവൻ അപകടത്തിലാണ്. എന്നിട്ടും എന്തിനാണ് അവൾ ആ റിസ്ക് എടുക്കുന്നത്? എന്നിട്ടും എല്ലാ ദിവസവും ആ പെൺകുട്ടി ഒരു ധീരമായ കാര്യം ചെയ്തു. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വേലിയുടെ മുകളിലൂടെ അവൾ അവനൊരു ആപ്പിൾ എറിഞ്ഞുകൊടുക്കും. എല്ലാ ദിവസവും. അതവന് ഭക്ഷണം മാത്രമായിരുന്നില്ല, അത് പ്രതീക്ഷയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. യുദ്ധം തീർന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ ഹെർമന് അതൊരു പുതിയ തടവറയുടെ തുടക്കമായിരുന്നു. ഓർമ്മകളുടെ തടവറ. അവസാനം ആ ദിവസം വന്നു. ക്യാമ്പിന്റെ ഗേറ്റുകൾ തുറക്കപ്പെട്ടു. അവൻ സ്വതന്ത്രനായി. പോകുന്നതിനു മുൻപ് അവൻ അവസാനമായി ആ വേലിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. തന്റെ മാലാഖ പെൺകുട്ടിയോട് ഒരു വാക്കുപോലും മിണ്ടാനായില്ല. ഒരു നോട്ടം കൊണ്ട് യാത്ര പറഞ്ഞു. അവളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ തുളങ്ങുന്നത് അവൻ കണ്ടു. ഇതൊരു വിരോധാഭാസമല്ലേ? അവൻ ആ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നു. പക്ഷേ അവന്റെ മനസ്സ് അത് ഭൂതകാലത്തിന്റെ ഒരു തടവുകാരനായി മാറി. അനുഭവിച്ച ക്രൂരതകളുടെ ഓർമ്മകൾ അവനെ വിടാതെ പിന്തുടർന്നു. അവൻ ആ ഓർമ്മകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചു. യുദ്ധം കഴിഞ്ഞ് ആദ്യം ഇംഗ്ലണ്ടിലേക്ക് പോയി, സഹോദരങ്ങളുടെ അടുത്തേക്ക്. അവിടെയും സമാധാനം കിട്ടാതായപ്പോൾ എല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്ന് കരുതി അമേരിക്കയിലേക്ക് കപ്പൽ കയറി. പക്ഷേ എവിടെ പോയാലും അവന്റെ മനസ്സിന് ഒരേ ചോദ്യം വേട്ടയാടി: ഞാൻ അതിജീവിച്ചു, പക്ഷെ എനിക്കെന്താണ് നഷ്ടപ്പെട്ടത്? ഞാൻ എന്താണ് നേടിയത്? ഇതിനൊരുത്തരം കണ്ടെത്താൻ അവനായില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ വെച്ച് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടുമുട്ടൽ നടക്കുകയാണ്. കഥ അതിന്റെ ഏറ്റവും വികാരനിർഭരമായ നിമിഷത്തിലേക്ക് കടക്കുന്നു. ഒരു സുഹൃത്തിന്റെ ഡിന്നർ പാർട്ടിയിൽ വെച്ചാണ് ഹെർമൻ റോമയെ കാണുന്നത്. സംസാരിക്കുന്നതിനിടയിൽ അവൾ തന്റെ പഴയൊരു കഥ പറഞ്ഞു. പണ്ട് ജർമ്മനിയിലെ ഒരു പാടത്ത് ജോലി ചെയ്തിരുന്നതും അടുത്തുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലെ മെലിഞ്ഞുണങ്ങിയൊരു പയ്യന് ദിവസവും രഹസ്യമായി ആപ്പിൾ എറിഞ്ഞു കൊടുത്തിരുന്നതും.
ആ കഥ കേട്ടതും ഹെർമൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ഇതെന്റെ കഥയാണോ? അമ്മ സ്വപ്നത്തിൽ പറഞ്ഞ ആ മാലാഖ, അവൾ ഇതാണോ എന്റെ മാലാഖ പെൺകുട്ടി? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവളോട് ചോദിച്ചു. ആ പയ്യൻ, അവൻ നിന്നോട് അവസാനമായി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലെന്ന് അവൾ തലയാട്ടി. അപ്പോൾ ഹെർമൻ വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഞാനന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്നു. നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ്, ഞാൻ നിന്റെ ആൺകുട്ടിയും. ആ വാക്കുകൾ കേട്ടപ്പോൾ റോമയുടെ കണ്ണുകൾ നിറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരു മുള്ളുവേലിയുടെ ഇരുവശത്തുമായി തുടങ്ങിയ ദയയുടെ ഒരു ചെറിയ പ്രവൃത്തി, അത് കാലങ്ങളെ അതിജീവിച്ച് അവരെ വീണ്ടും ഒരുമിപ്പിച്ചിരിക്കുന്നു.